ഈ വൈകിയ വേളയിലെങ്കിലും നെവിൻ എന്ന മത്സരാർത്ഥിയെ നമ്മൾ തിരിച്ചറിയണം. ലാസ്യഭാവം കൂടിയ ആണുങ്ങൾക്ക് പൊതുസമൂഹം കൽപ്പിച്ചിട്ടുള്ള വിലക്കുകളും പരിഹാസങ്ങളും അത് നെവിൻ ആദ്യം മുതലുണ്ടായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് മാതാപിതാക്കൾ അനാഥാലയത്തിൽ കൊണ്ടുവിട്ട പയ്യൻ എവിടെയോ എങ്ങനെയോ ഒരു പേര് സ്വന്തമായി നേടിയിരിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും പഠിക്കുന്ന കാര്യത്തിൽ അതിമിടുക്കനായിരുന്നു നമ്മുടെ നെവിൻ. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ BSc-യും ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമയും NID-യിൽ PG-യും അതും ഓൾ ഇന്ത്യ 9ാം റാങ്കിൽ നേടാൻ നെവിന് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് പഠിക്കണം എന്നാണ് നെവിൻ്റെ ആഗ്രഹം. സ്വതസിദ്ധമായ ഹ്യൂമർ സെൻസ്, കയ്യിൽ നിന്ന് പോകുന്ന കോപം, കുഞ്ഞുങ്ങളെപ്പോലെ സങ്കടം, പരിഭവം, മനസ്സിൽ കൊണ്ടു നടക്കാത്ത പ്രകൃതം, താൻ എന്താണ് എന്നുള്ളത് അന്യനെ രസിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിക്കാനുള്ള കഴിവ്, ഇത്രയുമാണ് നമ്മുടെ നെവിൻ്റെ പ്രത്യേകതകൾ. PR പിന്തുണ കൊണ്ടും അഭിനയ പ്രകടനം കൊണ്ടും പ്രേമ നാടകങ്ങൾ കൊണ്ടും ഗ്രൂപ്പിസം കൊണ്ടും ബിഗ് ബോസ് വീട്ടിൽ പലരും അരങ്ങ് തകർത്തപ്പോൾ ഇവൻ ആണല്ല എന്നും ഇവൻ കള്ളനാണെന്നും ഇവൻ ക്രിമിനലാണെന്നും എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ട വ്യക്തിയാണ് നെവിൻ. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഈ സീസൺ കഴിയുമ്പോൾ ഒരു എൻ്റർടൈനർ ആൻഡ് ഗെയിമർ എന്ന രീതിയിൽ താങ്കൾ ശരിക്കും അതിശയിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നെവിൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.